വിജയൻ, ഹായ്. ഞാൻ FC കൊച്ചിയിലായിരിക്കുന്ന സമയത്ത് അടിപൊളി. നമ്മൾ മോഹൻ ബഗാനായിട്ടൊരു കളി ഉണ്ടായിരുന്നു, ക്രൂഷ്യൽ മാച്ച്. ആ മാച്ചിൽ ഞാൻ കൽക്കട്ട പ്രസ്സുകാരോട് പറഞ്ഞിരുന്നു, നാളെ ഞങ്ങൾ മോഹൻ ബഗാനെ തോൽപ്പിക്കുമെന്ന്. പിറ്റേ ദിവസം കളിയുടെ അന്ന് ഡൈയിങ് മിനിറ്റിൽ വിജയൻ ഒരു ഗോളടിച്ചു. ആ ഗോളിനെ പറ്റി എന്താണ് തോന്നുന്നത് താങ്കൾക്ക്? ഇതാണ് എൻ്റെ കോച്ച്. എന്നെ ജോസഫ് പറമ്പൻ എന്ന് പറഞ്ഞ ആൾ കൊണ്ടുകൊടുത്തത് ഇങ്ങരുടെ കയ്യിലാണ്, ചാതുർ സാറ് കയ്യിലാണ്. സാറാണ് എന്നെ ബേസിക്കൊക്കെ പഠിപ്പിച്ചത്. അവിടെ നിന്നാണ് എങ്ങനെ പുഷ് ചെയ്യാം, എങ്ങനെ ലോ ഡ്രൈവ് ചെയ്യാം, എങ്ങനെ ഹൈ ഡ്രൈവ് ചെയ്യാം ഒക്കെ പഠിപ്പിച്ചു തന്ന ആളാണ്. ബാക്ക് സിസർ അടിക്കാൻ പഠിപ്പിച്ചതിൻ്റെ ഒരു കണ്ണിയാണ്. കാരണം മഴക്കാലത്ത് കംപ്ലീറ്റ് നല്ല വെള്ളം ഉണ്ടാവും പാലസ് ഗ്രൗണ്ടിൽ. അപ്പോൾ അതിൽ ഇങ്ങനെ അടിക്കാൻ പഠിപ്പിച്ചെന്ന ആളാണ്. പിന്നെ നമ്മൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ കൈ അങ്ങനെ വെക്കണം, ചാടുമ്പോൾ കൈ അങ്ങനെ വെക്കണം. സാറ് ചെസ്റ്റ് ട്രാപ്പ് കാണാൻ നല്ല രസമാണ് കളിക്കുമ്പോൾ. നല്ല നന്നായി കളിച്ചിട്ടുള്ള സ്റ്റോപ്പർ ബാക്ക് ആയിരുന്നു. ചെസ്റ്റ് നമുക്ക് കൊതിയാവും. അതായത് കംപ്ലീറ്റ് ബോൾ ഇങ്ങനെ വരുമ്പോൾ അടിക്കിങ്ങനെ വളഞ്ഞു നിന്നിട്ട് ട്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ട് എൻ്റെ ഗുരുനാഥൻ തന്നെ പറയാം. വിജയനെ ഈ രൂപത്തിലാക്കിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് ഉള്ള ആളാണ്. നമ്മുടെ മനസ്സിൽ വിജയന്റെ അവസാന നിമിഷത്തെ ആ ഒരു ഗോളുണ്ട്. ഞാനും മോഹൻ ബാഗിൻ്റെ കോച്ചൊക്കെ ആയിട്ടുള്ളതാണ്. അതൊരു ലാസ്റ്റ് മിനിറ്റിലാണ്. അപ്പോൾ സാറിന് ഇങ്ങനെ കണക്കൂട്ടിൽ സാറേ മോഹൻ ബാഗിൻ്റെ കോച്ചുള്ളപ്പോഴും ഞങ്ങൾ FC കോച്ച് JCറ്റിലുള്ളപ്പോഴും ഞങ്ങൾ എതിരൊക്കെ കളിച്ചിട്ടുണ്ട്. സാറ് എതിരും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ FC കോച്ചിൻ്റെ കോച്ചായി, സാറ് FC കോച്ചിൻ്റെ കോച്ചായി വന്നപ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഒരു ഡയമണ്ടിൽ പറഞ്ഞൊരു അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ടായപ്പോഴാണ്. ആ സമയത്ത് ക്രൂഷ്യൽ മാച്ച് നമുക്കൊന്നും വേറെ ഒന്നും ഓർമ്മ, ക്രൂഷ്യൽ ചിന്തിക്കാൻ പറ്റില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന സമയമല്ല അതൊന്നും. അപ്പോൾ ആ സമയത്ത് ഡുവഡേ എന്ന് പറഞ്ഞിട്ട് പോവാണ് നമ്മളങ്ങോട്ട്. കിട്ടിയാൽ വലിയൊരു സംഭവമാണ് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ FC കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ ടീം, കേരളത്തിൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ ടീം അതൊക്കെയാണ്. അതൊരു വലിയൊരു അടിക്കുന്ന മോഹൻ ബാഗിനെ നോക്കണം. മോഹൻ ബാഗിനെതിരാണ് ചെയ്യുന്നത്.